നമസ്കാരം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ആ മാർച്ചിൽ പോലീസുകാരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കലാപാഹ്വാനം നടത്തിയതുമായി ബന്ധപ്പെട്ട് 4-ാം പ്രതി ചേർത്ത രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ആക്രമണങ്ങൾ വലിയ കലാപത്തിലേക്ക് മാറുകയാണ്. പോലീസുകാരെ മർദ്ദിക്കുന്നു, പോലീസ് വാഹനങ്ങളുടെ മുമ്പിലേക്ക് കോലം കത്തിച്ചിടുന്നു തുടങ്ങി നമ്മുടെ സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. എന്നാൽ മാധ്യമങ്ങളാകട്ടെ മൊത്തത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഈ ആക്രമികളെ കീഴ്പ്പെടുത്തി ഈ ആക്രമണങ്ങൾ തടയാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോൾ മാധ്യമങ്ങൾ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്? പ്രവർത്തകരുടെ മുണ്ട് വലിച്ചൂരുന്നു, പ്രവർത്തകരെ പോലീസ് ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലും ഇങ്ങനെ തന്നെയായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ. യൂത്ത് കോൺഗ്രസുകാർ വടിയും ഇരുമ്പ് ഗോലികളും ഒക്കെയായി ചെന്ന് പോലീസുകാരെ അടിച്ച് ചോര തുപ്പിക്കുമ്പോഴും മർദ്ദിക്കുമ്പോഴും ഷീൽഡ് ചവിട്ടി പൊളിക്കുമ്പോഴും പോലീസ് വാഹനം തല്ലി തകർക്കുമ്പോഴും ഒക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? പോലീസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നു എന്നായിരുന്നു. ചോര ഒലിച്ചു നിൽക്കുന്ന പോലീസിന് മുമ്പിൽ നിന്നും ഇവിടുത്തെ പല പ്രമുഖ മാപ്രകളും തുപ്പി അതായത് പോലീസാണത്രേ പ്രവർത്തകരെ മർദ്ദിച്ചതെന്ന്. ഇപ്പോൾ ഈ 4-ാം പ്രതി ചേർത്ത ഈ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ പോലീസിന് ലഭിച്ച രഹസ്യവിവര പ്രകാരം പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയാണ് ചില മാപ്രകളും ചില നേതാക്കന്മാരും. രാഹുൽ മാങ്കൂട്ടത്തെ വിശുദ്ധനാക്കാൻ പുറപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ്? അതായത് കലാപാഹ്വാനം നടത്തിയ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള VD സതീശൻ, 2-ാം പ്രതി ഷാഫി പറമ്പിൽ തുടങ്ങിയ ആളുകളൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷം പിടിച്ചു നിർത്താൻ ശ്രമിച്ചതിന്റെ പേരിലാണോ? അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും സമരം നയിച്ചതിന്റെ പേരിലാണോ? ഇതൊന്നുമല്ല. കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, കേവലം പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി, നുണക്കഥകൾ പടച്ചുവിട്ട് കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, യൂത്ത് കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന്റെ പേരിലാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പരിപാടി മുടക്കാൻ ശ്രമിച്ച ചില ആക്രമികളെ പോലീസ് കീഴ്പ്പെടുത്തി. ആ ആക്രമികൾക്ക് വേണ്ടിയാണ് അങ്ങോട്ടന്ന് യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള മാർച്ച് നടത്തിയത്. ജനങ്ങൾക്ക് ഒരു രീതിയിലും സ്വൈര്യ ജീവിതം നടത്താൻ കഴിയാത്ത സാഹചര്യം ഇവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. എങ്ങോട്ടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പോക്ക്? പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടം ഒന്നും ചെയ്തിട്ടില്ല എന്ന്. രാഹുൽ മാങ്കൂട്ടം ഈ കേസിൽ മാത്രമല്ല വേറെ 2 കേസിലും പ്രതിയാണെന്ന് അറിയുന്നു. മാത്രവുമല്ല ഇന്ന് കോടതിയിൽ എന്താണ് സമർപ്പിച്ചിരിക്കുന്നത്? ഇന്നലെയാണ് അത്ര ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയത്. ഈ നേതാക്കന്മാരൊക്കെ പറഞ്ഞ് ഇന്നലെ കൊല്ലത്ത് നടന്ന പരിപാടിയിലടക്കം രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നുവെന്നാണ്. ഇന്നലെയും അദ്ദേഹം കൊല്ലത്ത് കുണ്ടറയിൽ ഒരു പരിപാടിയിൽ ചടങ്ങാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പച്ച കള്ളങ്ങൾ കൊണ്ട് ചീട്ട് കൊട്ടാരങ്ങൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അൽപായുസ് മാത്രമുള്ള ചീട്ട് കൊട്ടാരങ്ങൾ അതിങ്ങനെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? പൂജപ്പുര SHOന്റെ അസ്ഥി പൊട്ടിച്ചു, ഇവർ ഷീൽഡ് തല്ലിപ്പൊളിച്ചു, ലാത്തി തല്ലിപ്പൊളിച്ചു, വാഹനങ്ങൾ തല്ലിപ്പൊളിച്ചു, സ്ത്രീകളെ മുന്നിൽ നിർത്തി പട്ടിക കഷ്ണം കൊണ്ട് പോലീസുകാർ അടുപ്പിച്ചു. ആരാണ് നേതൃത്വം വഹിച്ചത്? രാഹുൽ മാങ്കൂട്ടമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്താൽ അത് ശരിക്കും പറഞ്ഞിട്ടുള്ള തെറ്റായിട്ടുള്ള സന്ദേശം ശരിക്കും പൊതുസമൂഹത്തിന് കൊടുക്കുമെന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു. സത്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ 20-ാം തീയതി നടത്തിയ ഈ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഒരു ജനാധിപത്യപരമായിട്ടുള്ള സമരമാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇതാണോ ജനാധിപത്യപരമായിട്ടുള്ള സമരം? ആക്രമണങ്ങൾ അഴിച്ചുവിട്ട്, സംഘർഷങ്ങൾ അഴിച്ചുവിട്ട് തലസ്ഥാന നഗരിയെ ഒരു സംഘർഷ ഭൂമിയാക്കി മാറ്റാൻ നടത്തിയ ഇതിനെ ജനാധിപത്യ സമരം എന്നൊക്കെ വിളിച്ചാൽ ജനാധിപത്യപരമായിട്ട് നടത്തുന്ന സമരത്തെ എന്ത് വിളിക്കും? ഇത്തരത്തിൽ ഭരണം നഷ്ടപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടി ഭരണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ട് സംസ്ഥാനത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും, ജനങ്ങളുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. മാത്രവുമല്ല ഇത് മറ്റൊരു കാര്യം കൂടി പറയാതെ പറയുന്നുണ്ട്. ഇത് ഉമ്മൻചാണ്ടി പോലീസല്ല, ഇത് പിണറായി വിജയൻ പോലീസാണ്. തെറ്റാര് ചെയ്താലും, ഏത് പാർട്ടിക്കാരൻ ചെയ്താലും തൂക്കിയെടുത്ത് അകത്തിടും. അത് ഏത് അധ്യക്ഷനായാലും കൊള്ളാം. നമ്മുടെ മോൺസം മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ, ഇപ്പോഴത്തെ KPCCയുടെ പ്രസിഡന്റായിട്ടുള്ള സുധാകരനെ
അറസ്റ്റ് ചെയ്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് മുഖം നോക്കാതെ പിണറായി സർക്കാർ നടപടിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ നടപടിയെടുക്കുമ്പോൾ പോലീസ് വേട്ടയാടുകയാണ്, പിണറായി വേട്ടയാടുകയാണെന്നൊക്കെ നിന്നിരുന്ന് തള്ളിയാൽ മതി. പ്രതിയെ പിടിച്ചില്ലെങ്കിൽ അത് പോലീസിന്റെ വീഴ്ച, പ്രതിയെ പിടിച്ചാൽ അത് പിണറായി വേട്ട. രണ്ട് നയമാണ് വി ഡി സതീശനും സംഘത്തിനും. സത്യത്തിൽ എന്താണ് വി ഡി സതീശനും സംഘവും ഒക്കെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമെന്നാണോ കരുതിയിരിക്കുന്നത്? നിങ്ങളുടെ പ്രഹസനം കണ്ട്, നിങ്ങളുടെ ഈ കോപ്രായം കണ്ട് പൊതുജനം ചിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതിഷേധം നടത്തിയപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ പോസ്റ്റ്, സത്യത്തിൽ ആരാണ് ഈ രാഹുൽ മാങ്കൂട്ടം? രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് ജനങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾ എന്ത് കാണിക്കാനാണ് ഈ പ്രതിഷേധം നടത്തി കൂടുതൽ ഈ പ്രശ്നം രൂക്ഷമാക്കുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കോടതിയിൽ തെളിയിച്ചാൽ പോരെ? സാധാരണ ജനങ്ങളെ ഇങ്ങനെ വലയ്ക്കണമോ? അതായത് ദേശീയപാത ഉപരോധിക്കുന്നു, അങ്ങനെ തുടങ്ങി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി പ്രതിസന്ധികൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷം. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പുര കത്തുമ്പോൾ വാഴ വെട്ടാൻ ഇവന്മാരെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ. ആ പ്രശ്നം അങ്ങ് ഇല്ലാതാക്കാനല്ല ശ്രമം നടത്തുന്നത്, അതങ്ങ് ആളി കത്തിക്കുകയാണ്. ഇനി ഇതിന്റെ പേരിൽ ഇന്ന് രാത്രി അന്തി ചർച്ചയുണ്ടാകും. വിശുദ്ധനായി രാഹുൽ മാങ്കൂട്ടത്തെ പ്രഖ്യാപിക്കാൻ, പിണറായി വിജയൻ വേട്ടയാടുകയാണ് എന്ന് ചാപ്പ് കുത്താൻ, എന്തൊക്കെ സംഭവങ്ങൾ നടത്തിയാലും ഇവിടുത്തെ ജനങ്ങൾക്ക് സത്യമേതാണ് കള്ളമേതാണെന്ന് തിരിച്ചറിയാനുള്ള നല്ല കഴിവുണ്ട്. അതുകൊണ്ട് മാപ്രകൾ കുരച്ചുകൊണ്ടേയിരിക്കട്ടെ. സത്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അത് എത്രയൊക്കെ മൂടി വെച്ചാലും അതിങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. രാവിലെ എന്തൊക്കെ മേളമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് വലിയ പോലീസ് പട വന്നു എന്നാണ് പറഞ്ഞത്. അവസാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ തന്നെ പറഞ്ഞു, ഒരു പ്രകോപനമൊന്നുമില്ലാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി, കുറച്ച് ആൾക്കാർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു, 2-3 പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ പറയും. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തെ വലിയൊരു പോലീസ് പടയായിട്ട് വന്നങ്ങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുകയായിരുന്നു, ഒരു ഭീകരവാദിയെ പോലെ, ഒരു തീവ്രവാദിയെ പോലെ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. എന്നിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ സംഘർഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാരെ അവർ പല രീതിയിൽ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലീസുകാർ പ്രതിരോധിക്കുമ്പോൾ പോലീസുകാർ തല്ലി ചതച്ചു എന്ന് പറഞ്ഞ മാധ്യമങ്ങളിൽ വലിയ ഗീർവാണം അടിക്കുകയാണ്. കഷ്ടം മാധ്യമ പ്രവർത്തകരെ എന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങളൊന്നും മാധ്യമ പ്രവർത്തകരെന്നൊന്നും വിളിക്കാൻ പാടില്ല. നിങ്ങളൊക്കെ അധാർമിക മാധ്യമ പ്രവർത്തകരാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ കൊള്ളക്കാരെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇന്ന് കാലത്ത് അറസ്റ്റ് ചെയ്തത് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. വേണ്ടി വന്നാൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അങ്ങനെ വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്ക് മടിക്കില്ല. കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും. അവരുടെ ദേഹം നൊന്നിട്ടുണ്ടെങ്കിൽ, അവർ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ, അവരുടെ ചോര ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ, നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. തീവ്രവാദിയല്ല, അയാൾ ഒരു തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റവും നടത്തിയവനല്ല. അവിടെ വീടിൻ്റെ അകത്ത് ചെന്ന് ബെഡ്റൂം നോക്ക് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു അടിയന്തര സാഹചര്യവും നാട്ടിൽ നിലവിലില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അയാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടതാണ്, പരസ്യമായി കലോത്സവ വേദിയിൽ മാധ്യമങ്ങളെ കണ്ട്, ജനങ്ങളെ കണ്ട്, വിദ്യാർത്ഥികളെ കണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്യൽ മാത്രമാണ് അജണ്ടയെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമായിരുന്നു.